നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കമല വേദയെ ആശ്വസിപ്പിക്കുകയാണ്. പോട്ടെ മോളെ, സാരമില്ല, അച്ഛനല്ലേ, അച്ഛനോട് അങ്ങനെയൊക്കെ മോള് പറഞ്ഞ ഒരു പക്ഷേ മോളിൽ തെറ്റിദ്ധാരണ ഉണ്ടല്ലേ, അത് കുറച്ച് കഴിയുമ്പോഴത്തേനും അച്ഛൻ ആ സങ്കടമൊക്കെ മാറി കഴിയുമ്പോൾ മോളെ വീട്ടിലേക്ക് വിളിപ്പിച്ചോളും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ആ സമയം വിക്രം പറഞ്ഞു, അല്ലേലും ഇവളോട് ഞാൻ പറഞ്ഞ വേണ്ട, അങ്ങനെയൊന്നും പറയല്ലേന്ന്. ഓ, അപ്പോൾ ഇവൾക്ക് എന്തൊരു അഹങ്കാരമായിരുന്നൊക്കെ പറഞ്ഞ് വിക്രം വേദയെ കുറ്റപ്പെടുത്തുവാണ്. ഈ സമയത്ത് കമല പറഞ്ഞു, ഇതൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? മോളാണെങ്കിൽ ആഹാരം പോലും കഴിച്ചിട്ടില്ല. മോൾ ആഹാരം കഴിക്കാൻ പറയണം. എനിക്ക് വേണ്ടമ്മേ, വിശക്കണില്ല എന്ന് പറയാം. അന്ന് പറഞ്ഞിട്ട് എങ്ങനെ ശരിയാവുന്നേ? മോള് കഴിക്കുക. ഏടാ വിക്രം, നീ എടുക്കുന്ന സമയത്ത് മോള് കൂടെ ആഹാരം എടുത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കമല അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയത്ത് വേദയ്ക്ക് ആ പട സങ്കടം. വേദയുടെ അടുത്ത് വിക്രം പറഞ്ഞു, അല്ല നിനക്ക് ആഹാരം കഴിക്കാൻ വേണ്ടേ നിൽക്കും? അല്ല ഇങ്ങനെ കഴിക്കാനല്ലേ? ഇത്ര വലിയ സങ്കടമാകുമ്പോൾ നിനക്ക് തൊണ്ടയിൽ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങത്തില്ലോ. ഞാൻ പറയുമ്പോൾ പുച്ഛഭാവമായിരുന്നു നിനക്ക്. എന്തായിരുന്നു? എന്നിട്ട് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറയണം. വേദ കൂടുതലൊന്നും പറയാതെ തിണ്ണയിലേക്ക് വന്നു. സിറ്റൗട്ടിൽ അരപ്രൈസ് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ ഒരിക്കലും അച്ഛനോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നൊക്കെ ഓർത്തുണ്ട്. ആ സമയം വിക്രം എന്ത് ചെയ്യണം, അകത്തൊരു പാത്രത്തിനകത്തേക്ക് ചോറും കറിയൊക്കെ എടുത്തു. പിന്നീട് അതുമായിട്ട് നേരെ സിറ്റൗട്ടിലെ വേദയുടെ അടുത്തേക്ക് വന്നു. പാവം വിശന്നിരിക്കുവാന്ന് തോന്നേ എന്നൊക്കെ കരുതിയിട്ട് വിക്രം എന്ത് ചെയ്യണം, വേദയുടെ മുന്നിൽ ആ അരപ്രൈസിലേക്ക് കയറിയിരുന്നു. ഈ സമയം വേദയെ നോക്കി, നീ വിശന്നിരിക്കാണല്ലോ അല്ലേ? നീ എന്താ കരുതിയത്? നിനക്കുള്ള ആഹാരം എടുത്തോണ്ട് ഞാൻ വന്നോ? ഒരിക്കലും ഇല്ല. നിനക്കൂടെ കൊണ്ടെത്തണമെന്ന് അമ്മ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ തരത്തൊന്നുമില്ല. ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടിയാന്ന് പറയാം. വേദ ഇങ്ങനെ നോക്കി, എന്താ അല്ലേ? ഓ, ഈ ചോറും കറിയൊക്കെ കറി ഇങ്ങനെ ചോറിനകത്ത് ഒഴിച്ചിട്ട് അതിങ്ങനെ ഉരുട്ടിക്കൂട്ടി ഒരു കഴിപ്പങ്ങോട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ കഴിക്കണം. വേദയെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പറച്ചിലാണ് ഇതൊക്കെ. വേദ പക്ഷെ അത് മൈൻഡ് ചെയ്തേയില്ല. ആ സമയം വിക്രം പറഞ്ഞു, നല്ല വിശപ്പുണ്ടല്ലേ എന്ന് ചോദിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? അമ്മ എന്നോട് പറഞ്ഞാലും ഞാൻ പക്ഷെ നിനക്ക് ചോറൊക്കെ എടുത്തോണ്ട് തരുമോ? നിനക്ക് വിശപ്പില്ല എന്നല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇരിക്കുന്ന സമയത്ത്, മനസ്സ് തകർന്നിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ആഹാരം കഴിക്കുമോ? ആരും ആഹാരം കഴിക്കില്ല. അതുകൊണ്ടേ അതെ വേദാളും ഇപ്പം ആഹാരം കഴിക്കണ്ട കേട്ടോ എന്ന് പറയണം. വേദ അതിനൊന്നും മറുപടി അറിയാതിരിക്കുക. അല്ലെങ്കിൽ തന്നെ എല്ലാത്തിനും കാരണമുണ്ടല്ലോ, നിന്റെ ഈ വിവേകമില്ലായ്മയും നിന്റെ ഈ എടുത്തുചാട്ടോ അഹങ്കാരം ഒക്കെയാ. നീ എന്താ ഏതാന്ന് പോലും അറിയത്തില്ല. അതല്ലേ അച്ഛനോട് പോയി കയറത്തെ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ടാന്ന്. അപ്പം എന്നെ ഭരിക്കാനായിട്ട് അങ്ങോട്ട് വന്നു. നിന്റെ ഈ കാര്യങ്ങളൊന്നും മാറ്റുവാണെങ്കിൽ തന്നെ നിനക്ക് പകുതി സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല വേതാളം എന്നൊക്കെ പറഞ്ഞ് വിക്രം കുറ്റപ്പെടുത്തുവാണ്. പിന്നെ അത് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിനക്ക് തലയ്ക്കകത്ത് ഇത്രയെങ്കിലും ആളതാമസം ഉണ്ടായിരുന്നു, നീ ഇങ്ങോട്ടേക്ക് കയറി വരുമായിരുന്നു? ഒരിക്കലും ഇല്ല. എന്നെ പോലുള്ള ഒരുത്തൻ്റെ കൂടെ വരാനായിട്ട് നീ തുനിഞ്ഞിറങ്ങത്തില്ലായിരുന്നു. അല്ല ഇതൊക്കെ ഞാൻ ആരോട് പറയാനല്ലേ എന്ന് ചോദിക്കണം. വേദയുടെ കണ്ണൊക്കെ പെട്ടെന്ന് നിറഞ്ഞൊഴുകണം. അയ്യോ, കരയില്ലേ, അങ്ങനെ കരഞ്ഞ് തീർക്കല്ലേ. അല്ലെങ്കിൽ തന്നെ നീ ആ വീട്ടിൽ ചെന്നിട്ട് അവരുടെ മുന്നിൽ തല കുടിച്ച് നാണം കെട്ടല്ലേ ഇറങ്ങിപ്പോന്നെ. ആ വീട്ടുകാരായതുകൊണ്ട് അത്രേ ചെയ്തുള്ളൂ. ഞാനെങ്ങാനും വരുന്ന നിന്റെ അച്ഛൻ്റെ സ്ഥാനത്തെങ്കിലും എന്താ ചെയ്യുന്നറിയാലോ? ആ ഫോട്ടോ നമ്മൾ വലിച്ചു കീറി തീയിട്ട് കത്തിച്ച് കളഞ്ഞാനെന്ന് പറയാം. നിന്റെ അച്ഛനത് എറിഞ്ഞു പിടിക്കുമല്ലോ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. കുറേ സമയം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ആപ്പോടെ സങ്കടമായി. വേദ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. വേദ തന്നെ മുറിയിലേക്ക് പോരുവാണ്. വിക്രം ആഹാരമൊക്കെ കഴിച്ച് നല്ല ആസ്വദിച്ച് കഴിച്ചു. എന്നിട്ട് ഏമ്പൊക്കം വിട്ടാണ് എഴുന്നേക്കുന്നത്. വേദയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വേദയുടെ മൈൻഡ് ശരിയല്ലാത്തതുകൊണ്ട് വേദ മുറിയിലേക്ക് അങ്ങോട്ട് പോയത്. ആ സമയം ഉറങ്ങാനായിട്ട് വിനീത് ഒരുങ്ങുന്ന സമയത്താണ് നന്ദിനി പറയണേ, ഈ അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് പറയണേ. അതാണേ അങ്ങനെ പറഞ്ഞേ, അമ്മയ്ക്ക് എപ്പോഴും അവളോടാ സ്നേഹം കൂടുതൽ. പുതിയ മരുമകളുണ്ടല്ലോ വേദയോടാന്ന് പറയണേ. ഇപ്പം എന്താണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? അല്ല, അവൾ ഫുഡ് കഴിക്കായിരുന്നു. ഈ സമയത്ത് അവൾ പറഞ്ഞു, കഴിക്കുമോളെ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു നിർബന്ധിക്കലായിരുന്നു. ഞാനിവിടെ ആഹാരം കഴിക്കായിരുന്നു, ആരും ഒന്നും ചോദിക്കത്തില്ല നീ എന്താ കഴിക്കാത്തേ, അല്ലെങ്കിൽ കഴിക്കുന്ന നമ്മൾ നിർബന്ധിക്കത്തൊന്നുമില്ല. അവളോട് അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണെന്ന് പറയണം. അല്ലെങ്കിൽ ഈ വീട്ടിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത എന്നെയാന്ന് പറയണം. വിനയം പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്, നിന്റെ കല്ലിപ്പോണ്ട് തന്നെയാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലാതൊന്നും അല്ലാന്ന് പറയണം. അത് കേട്ടപ്പം നന്ദിനി പറഞ്ഞു, ദേ വിനയേട്ട ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ കയ്യിലിപ്പം എന്താ കുഴപ്പമെന്ന് ചോദിക്കണം. ഒരു കുഴപ്പമില്ല, നല്ല കുഴപ്പം തന്നെയല്ലേ ഉള്ളൂ. എടി പോത്തെ, ഒരു കാര്യം നിന്നോട് പറയാം, നിനക്ക് അമ്മയുടെ അടുത്ത് നിൽക്കാൻ അറിയത്തില്ല, അതുകൊണ്ടാന്ന് പറയും. പിന്നെ അമ്മയുടെ അടുത്ത് നിൽക്കാൻ അറിയത്തില്ല പോലും ആ വേദയുണ്ടല്ലോ, അമ്മയെ മണി അടിച്ച് നിൽക്കുന്ന, എന്നെ കൊണ്ട് അങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറയണേ. എടി കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കുന്നല്ല പറയണേ. ഓഹോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വിവരം ബോധമുള്ളത്? ഈ നിങ്ങൾ മക്കളിൽ ഏറ്റവും മോശം നിങ്ങളല്ലേന്ന് ചോദിക്കണം. ബാക്കി രണ്ടുപേർക്കും നല്ല കഴിവുണ്ട്, നീക്ക് അതിന് നാലിലൊന്നും ഉണ്ടോയെന്ന് ചോദിക്കാം. ഇല്ലടി, ഉണ്ടായിരുന്നു, ഞാൻ നിന്നെ കല്യാണം കഴിച്ചും കൊണ്ട് വരത്തില്ലായിരുന്നല്ലോ, അതാ ഞാൻ പറഞ്ഞതെന്ന് പറയാം. അങ്ങനെ പരസ്പരം നന്ദിനിയും വിനയം കൂടെ അടിയുണ്ടാക്കണം. അവസാനം നന്ദിനി പറഞ്ഞു, അതെ ഇവിടെ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇത് ഒരിടത്തും എത്താൻ പോകുന്നില്ലെന്ന് പറയാം. വിനയം പറഞ്ഞു, അതാ നല്ലത്, അല്ലെങ്കിൽ മിക്കവാറും നമ്മൾ അടിയെ കലാശിക്കുള്ളൂ. എടി നീ ടെൻഷൻ അടിക്കാതിരിക്കുക,
എന്താ കാര്യം? അല്ല, ആ വേദയെന്ന് പറയുന്നവരുണ്ടല്ലോ, അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ വീട്ടിൽ നിന്ന് 2 വീട്ടിൽ നിന്നും പുറത്താക്കാനായിട്ടാണ് ശ്രീകാന്ത് സാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പറയണേ. സത്യമാണ് നിങ്ങൾ ഈ പറയണമെന്ന് ചോദിക്കും. ഞാനെന്തിനാ കള്ളത്തരം പറയണേ? അതിനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടാണല്ലോ കഴിഞ്ഞ ദിവസം മേടിച്ചതിപ്പോൾ ഇറക്കി വിട്ടതും അതോടൊപ്പം തന്നെ വിശ്വേട്ടന് ജോലി കൊടുത്തിരിക്കുന്നു. വിശ്വേട്ടൻ്റെ ജോലി അതിന് വേദയും വിക്രം തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് ചോദിക്കും. അതൊന്നും അറിയത്തില്ല. ശ്രീകാന്ത് സാറിൻ്റെ മനസ്സിൽ എന്തെങ്കിലും കാണുമായിരിക്കും. അതുകൊണ്ട് മാത്രം അത്ര ഉയർന്ന പോസ്റ്റുള്ള ജോലി കൊടുത്തേ. അല്ലെങ്കിൽ കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അത് ശരിയാ, എന്നാലും ഇല്ല. മര്യാദയ്ക്ക് വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഓരോ നിങ്ങൾ ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കാതെ. അത് നല്ല കാര്യമൊന്നും അല്ല ചിന്തിക്കുന്നേ. അതുകൊണ്ട് വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കിടക്കാൻ നോക്കാൻ പറയണം. പിന്നീട് വിക്രം ആഹാരമെല്ലാം കഴിച്ച് പ്ലേറ്റെല്ലാം കഴുകി വെച്ച് നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും വേദയെ കണ്ടില്ല. ജസ്റ്റ് അവിടെ നോക്കിയോ കണ്ടില്ല. പിന്നെ പുറത്തു നോക്കിയപ്പോൾ അവിടെയും കാണുന്നില്ല. പിന്നെ ഇത് ഇവിടെ എവിടെ പോയി എന്നോർത്ത് വീണ്ടും അങ്ങോട്ട് അകത്തേക്ക് കയറി ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. വിക്രം കിടക്കുന്ന കട്ടിലക്കടി വേദ പുതച്ചു മൂടി കിടക്കുന്നു. ഓഹോ, അപ്പം ഇങ്ങനെയാണ് കാര്യമില്ലേ? എന്നെ കിടത്താൻ നീ അവിടെ കയറി കിടക്കുമല്ലേ? നിനക്കിട്ടുള്ള പണി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ആ ജഗ്ഗ് കയ്യിലെടുത്തു. അവളുടെ തലവഴി വെള്ളം ഊറ്റാനായിരുന്നു. അങ്ങനെ ജഗ്ഗ് കൊടുത്തിട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരു കത്തിയൊക്കെ പിടിച്ച് വേദ മുന്നിൽ നിൽക്കുന്നു. വിക്രം ഒരു നിമിഷം ഞെട്ടിപ്പോയി. വേദ ചോദിച്ചു, എന്താ വിക്രം എന്ന് ചോദിക്കണേ? ഒന്നുമില്ല. അല്ല, ജഗ്ഗൊക്കെ ആയിട്ട് എൻ്റെ തലവഴി കമത്താനായിരുന്നില്ലേ പ്ലാൻ നടക്കാതെ വന്നപ്പോഴത്തെ സങ്കടം അല്ലേന്ന് ചോദിക്കും. പിന്നെ ആര് തലവഴി ഒഴിക്കുന്നു? ഇത് ഞാൻ കുടിക്കാനായിട്ട് എടുത്താ എന്നും പറഞ്ഞുകൊണ്ട് വയലേക്ക് കമിഴ്ത്തി കുടിക്കുകയാണ്. കൊള്ളാം. അതെ, കുടിച്ചോ, നന്നായിട്ട് കുടിച്ചോ. ഇത് കുറച്ച് ദിവസത്തെ പഴക്കമുള്ള വെള്ളം ജഗ്ഗിനകത്തിരുന്നേ. അതിനകത്ത് പല്ലി മൂത്രം ഒഴിച്ചിട്ടുണ്ടെന്ന് തോന്നേ. പല്ലി മൂത്രം നല്ലതെന്ന് പറയണം. പെട്ടെന്ന് ശ്രീകാന്ത് ഇങ്ങനെ ഛർദ്ദിക്കുന്ന പോലെ കാണിക്കുകയാണ്. ഛർദ്ദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയണം. ശ്രീകാന്തിന് നല്ല ദേഷ്യം വന്നു. എടി, നിന്നോട് ആരുടെ പറഞ്ഞ് ഞാൻ ബെഡേ കയറി കിടക്കാനെന്ന് പറയാം. അതെ, ബെഡേലൊക്കെ ഞാൻ ചിലപ്പോൾ കയറി കിടന്നിട്ടിരിക്കും. ഈ മുറി, ഈ കട്ടിലും ബെഡും കൂടി എനിക്കൂടെ അവകാശപ്പെട്ട അച്ഛമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതെ, ഓർമ്മയുടെ കാര്യം നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം. അതെ, നിങ്ങൾക്കത് ഇഷ്ടപ്പെടത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട് വിക്രു, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. നിങ്ങളുടെ മനസ്സിലൊരു വിചാരമുണ്ട്, ഭർത്താവ് അല്ലെങ്കിൽ അച്ഛനല്ലെങ്കിൽ നോക്കിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഞാൻ സ്വന്തം കാലിൽ നിന്ന് കാണിച്ചു തരാമെന്ന് പറയണേ. വിക്രം പറഞ്ഞു, ഭയങ്കര കേമായിപ്പോയെന്ന് പറയാം. അതെ, കേമായിപ്പോയി. നിങ്ങൾക്ക് എത്ര ഇതൊന്നും കാണത്തില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ലെന്ന് പറയണം. അതുകൊണ്ട് വിക്രം ഒരു കാര്യം ചെയ്യുക, നിലത്ത് പോലെ പായിട്ട് കിടക്കുക, ഞാനിവിടെ കിടന്നോളാന്ന് പറയണം. നീ അവിടെ കിടക്കാനോ? കട്ടിലേല്? അപ്പോൾ പിന്നെ ഞാനിങ്ങനെയാ? അതല്ലേ പറഞ്ഞ് നിലത്ത് പായിട്ട് കിടക്കാൻ പറഞ്ഞേ. കുറച്ച് ദിവസം നിങ്ങളായിരുന്നല്ലോ കട്ടിലേ കിടന്നേ. ഇനിയിപ്പം ഞാൻ കട്ടിലേ കിടക്കട്ടെ, നിങ്ങൾ പായിട്ട് നിലത്ത് കിടക്കുക. പായ കിടക്കുന്ന സുഖമൊന്നും മനസ്സിലാക്കണ്ടെന്ന് ചോദിക്കുക. ഇതേടൻ വിക്രം പറഞ്ഞു, എനിക്ക് കൂടുതൽ മനസ്സിലാക്കാനൊന്നും ഇല്ലെന്ന് പറയാം. പിന്നെ മനസ്സിലാക്കാനില്ലാത്തൊരു മുതൽ വന്നിരിക്കുന്നു. കട്ടിലേക്ക് അങ്ങനെ കേട്ടാണ് ഞാൻ. ഇത് കണ്ടോ, കത്തി വെച്ച് നിങ്ങളുടെ കഴുത്ത് കണ്ടിക്കുമെന്ന് പറയണേ. ഇത് കേട്ടപ്പം വിക്രം ഇങ്ങനെ ആലോചിച്ചു, ഇപ്പോഴും ചിലപ്പോൾ പറയുമെന്ന് പറഞ്ഞാൽ പറയും, ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്യും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പിന്നീട് വിക്രത്തിനോട് കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് വേറെ നേരെ കട്ടിലേക്ക് കയറി തലവഴി മൂടുവാണ്. വിക്രം ഓർത്തു, ഇനി എന്താ ചെയ്യണ്ടേ? ഇവളെ കൊണ്ട് ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ്. ഇവിടെ ആ നിലത്തെങ്ങനെ കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ തൻ്റെ കട്ടിലേ വന്ന് അവൾ കയറി കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൾക്കൊട്ടൊരു പണി കൊടുക്കണമല്ലോ. എന്താ പണി കൊടുക്കണ്ടേ? വെള്ളം തലവഴി കോരി ഒഴിച്ചാൽ തൻ്റെ അന്ത്യകർമ്മം ഇന്ന് അവൾ നടത്തും. അത് പറ്റില്ല. പക്ഷെ വേറെ എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ വിക്രമിരിക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.